നമസ്കാരം. സാധാരണയായി നമ്മൾ എങ്ങനെയാണ് ഓഫീസിൽ പോകുന്നത്? ഒന്നുകിൽ സ്കൂട്ടറോ അല്ലെങ്കിൽ കാറോ ഒക്കെ ആയിരിക്കും. അതുമല്ലെങ്കിൽ ബസ്സോ ടാക്സിയോ ഒക്കെ ആശ്രയിക്കും. പക്ഷെ കൃത്യമായ സുരക്ഷാ മുൻകരുതലോട് കൂടിയല്ല നമ്മുടെ യാത്രയെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് വൻ അപകടങ്ങളോ ദുരന്തങ്ങളോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ യാത്രയിലെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് ദുബായിൽ നിന്ന് വരുന്നത്. അനധികൃത ടാക്സി ഉപയോഗിക്കരുതെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരത്തിലുള്ള യാത്ര ഒട്ടും സുരക്ഷിതമല്ലെന്നും നിങ്ങളെ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുമെന്നാണ് RTA പറഞ്ഞു വെക്കുന്നത്. അതായത് ദുബായിൽ അനധികൃത ടാക്സികൾ വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിലുള്ള ടാക്സി ഡ്രൈവർമാർ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വാഹനം ഓടിക്കുന്നത്. നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നതിനാൽ യാത്രക്കാർ അപകടത്തിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിലാണ് പരിശോധന കടുപ്പിക്കാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. അനധികൃത ടാക്സികൾ ദുബായിൽ ഏറ്റവും കൂടുതലുള്ള മേഖലകൾ വിമാനത്താവളങ്ങളാണ്. ലൈസൻസ് ഇല്ലാത്ത ഓപ്പറേറ്റർമാർ വളരെ കുറഞ്ഞ നിരക്കുകൾ വാഗ്ദാനം ചെയ്താണ് സർവീസ് നടത്തുന്നത്. ദുബായ് വിമാനത്താവളങ്ങളിലെ 3 ടെർമിനലുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 90 വാഹനങ്ങൾ ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. 2024 നിയമവിരുദ്ധ യാത്രാ ഗതാഗത സേവനങ്ങൾ തടയുന്നതിനായിട്ട് ആരംഭിച്ച കർശന നടപടിയുടെ ഭാഗമായി കുറഞ്ഞത് 225 വാഹനങ്ങളെങ്കിലും പിടിച്ചെടുത്തു എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. യാത്രക്കാരെയോ സാധനങ്ങളോ കൊണ്ടുപോകുന്ന അനധികൃത ഗതാഗത ഓപ്പറേറ്റർമാർ പിടിക്കൽപ്പെട്ടാൽ കനത്ത പിഴ നൽകേണ്ടി വരും. ഓപ്പറേറ്റർമാർക്ക് 50,000 ദിർഹം വരെയും വ്യക്തികൾക്കാണെങ്കിൽ 30,000 ദിർഹം വരെയും പിഴ ചുമത്തും. അനധികൃത യാത്രാ ഗതാഗതത്തിന്റെ മറ്റൊരു കേന്ദ്രമാണ് ജബൽ അലി. ഈ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ അധികൃതർ 49 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ലൈസൻസ് ഇല്ലാത്ത ടാക്സി ഓപ്പറേറ്റർമാർ താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ യാത്രകൾ ഒരുക്കുന്നുണ്ട്. നിയമവിരുദ്ധ ഗതാഗത സേവനങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ RTA പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. അനധികൃത ടാക്സിയിലുള്ള യാത്ര ഒട്ടും സുരക്ഷിതമല്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ടാക്സികൾ ഓടിക്കുന്നവരെ പിടിക്കാൻ കർശന പരിശോധനയാണ് നടത്തി വരുന്നത്. തിരക്കേറിയ സമയത്ത് നിങ്ങൾ ദുബായിൽ ഒരു ടാക്സി പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അധികൃതർ പറയുന്നുണ്ട്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനലിന് മുന്നിൽ നിൽക്കുമ്പോൾ ടാക്സി സർവീസ് വേണോ എന്ന ആവശ്യവുമായി നിരവധി പേർ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കാം. എന്നാൽ അവർ ശരിയായ നിയമങ്ങൾ പാലിച്ചാണ് ദുബായിൽ വാഹനം ഓടിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ പബ്ലിക് ടാക്സികൾക്കും ചുവപ്പ്, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച് അല്ലെങ്കിൽ പിങ്ക് ഈ ഏതെങ്കിലും നിറമുള്ള ഒരു മേൽക്കൂര ഉണ്ടായിരിക്കും. രണ്ടാമതായി ടാക്സിയിൽ RTA ലോഗോ ഉണ്ടായിരിക്കണം. ടാക്സി ഡ്രൈവർക്ക് യൂണിഫോം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ടാക്സി ഡ്രൈവർ ഇത് ധരിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കൂടാതെ ദുബായ് ടാക്സികളിൽ നിരക്ക് മീറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവ യാത്രക്കാരന് കാണുന്ന രീതിയിലായിരിക്കണം ഘടിപ്പിച്ചിരിക്കുന്നത്. ടാക്സി ഡ്രൈവർമാരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനായി RTA ദുബായ് ടാക്സി ഫ്ലീറ്റിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. യാത്രയുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുതെന്നാണ് ഭരണകൂടം പറയുന്നത്. സുരക്ഷിതമായ യാത്ര മാത്രം തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അപകടത്തിലാവുകയോ അതോ ആക്രമിക്കപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഇന്നാടും മലയാളം.